ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസവും പുതിയ അറിവുകളുമായിട്ട് പുതിയ ട്രെയിനർമാർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു, പുതിയ ഫാക്കൽറ്റി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു, പുതിയ കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുകളും എക്സ്പേർട്ടുകളും നമ്മുടെ മുമ്പിലേക്ക് എത്തി ഓരോ ദിവസവും പുതിയ അറിവുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവുകളും കഴിവുകളും നവീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ആയതുകൊണ്ട് തന്നെ ഓരോ അറിവും വിലപ്പെട്ടതാണ്, ഓരോ സമയവും വിലപ്പെട്ടതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും ആ സമയം നീക്കിവെച്ച് ഇങ്ങോട്ട് എത്തുന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകളും ഗഹനമായിട്ടുള്ള റിസർച്ചുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ലഭിച്ചിട്ടുള്ളത്. മുഹമ്മദ് സിനാൻ ഷാഹിദി ഫൈസി ഇസ്ലാമിക് സ്കോളറാണ്, കൗൺസിലറാണ്, NLP പ്രാക്ടീഷണർ, അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റ് എന്നീ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് നമുക്ക് ഈ ഒരു വെബിനാറിലേക്ക് ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനോടനുബന്ധിച്ച് നമ്മളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ദൂരീകരിച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന കോഴ്സുകൾ, അത് ഷോർട്ട് ടൈം കോഴ്സുകളിൽ നിന്ന് മാറി കുറച്ചും കൂടിയും 6 മന്ത് ഡ്യൂറേഷനിലേക്കും 3 മന്ത് ഡ്യൂറേഷനിലേക്കുമുള്ള ഡിപ്ലോമ, അതേപോലെ തന്നെ സർട്ടിഫൈഡ് കോഴ്സുകളായിട്ട് നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്ന 6 മാസത്തെ കോഴ്സ് നമ്മൾ ഓഗസ്റ്റ് 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 6 മാസത്തെ കോഴ്സാണ്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ CBTയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് 3 മാസത്തെ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ ആ ഒരു വിവരം ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഇവിടെ അതിന്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. അതേപോലെ തന്നെ അടുത്ത മാസം മുതൽ നമ്മൾ ഇന്റേൺഷിപ്പും നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ വിവരങ്ങൾ ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഫാക്കൽറ്റി സിനാൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. സിനാൻ സാർ, പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ സാറേ? യെസ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എല്ലാവർക്കും വോയിസ് ക്ലിയർ അല്ലേ? ഹലോ സാർ, വോയിസ് ക്ലിയർ അല്ലേ? യെസ് ക്ലിയർ ആണ് സാർ. അള്ളാഹുവിൻ്റെ ഇസ്ലാം മതം, അള്ളാഹു എന്താണെന്നും എന്താണ് ഖുർആനിലും ഹദീസിലും സൈക്കോളജിയെക്കുറിച്ച്, മനഃശാസ്ത്രത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം മതം സൈക്കോളജിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റ ശാസ്ത്രത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു നമ്മുടെ പോസ്റ്ററിലെ പോലെ തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ ഞാനൊരു ബ്രീഫ് നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി എന്നിൽ കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിക്കും. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു തരാം. ഫസ്റ്റത്തെ കുറച്ച് സമയം നമ്മൾ എന്താണ് ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ളത് മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടും. അതിനുശേഷം മനസ്സിൻ്റെ ബേസിക് എലമെന്റ്സിനെ കുറിച്ച്, അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. പിന്നീട്
ഇസ്ലാമിക് സൈക്കോളജി മാനസിക രോഗങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിനു വേണ്ടിയുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നീട് അവസാനത്തിൽ ചരിത്രം എന്തൊക്കെയാണ്, ഇസ്ലാമിക് സൈക്കോളജിയുടെ ഹിസ്റ്ററി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഏതൊരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായി പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക സൈക്കോളജി സൈക്കോളജിയുമായി നമ്മുടെ ഇസ്ലാമിക ഖുർആനിലും ഹദീസിലും പണ്ഡിതന്മാരും നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിച്ച ഒരു പഠന ശാഖയാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇസ്ലാമിക് സൈക്കോളജി എന്ന് പറയുന്നത് മനഃശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും അതിൻ്റെ കൂടെ തന്നെ ഖുർആനിക ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സുന്നത്തുകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിച്ച ഒരു പഠനശാഖയാണ് ഇസ്ലാമിക് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക് സൈക്കോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖുർആനിക ആയത്തുകൾ, ഖുർആനിക ഹദീസുകൾ, മാനസികമായിട്ട് ബന്ധപ്പെട്ടുള്ള മൈൻഡുമായി ബന്ധപ്പെട്ടുള്ള ഖുർആനിക ഹദീസുകളും ആയത്തുകളും, അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ഇമാം ഗസാലിയെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു, അതിനെങ്ങനെ ഡിസ്കസ് ചെയ്തു, അവർ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെയാണ് ഈ ഒരു ഇസ്ലാമിക് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ള ഒരു ശാസ്ത്രശാഖ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, തീർച്ചയായും ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് ശാന്തത തരുന്നത് പൂർണ്ണമായും അല്ലെങ്കിൽ വളരെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ശാന്തത, സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും ഔന്നിത്യത്തിലുള്ള സന്തോഷം ലഭിക്കുന്നത് അള്ളാഹുവിനെ ദൈവ സ്മരണയിലൂടെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക് സൈക്കോളജി. ഓക്കെ, അപ്പോൾ ഇസ്ലാമിക് സൈക്കോളജി എന്താണെന്ന്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മോഡേൺ സൈക്കോളജി, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രം മനുഷ്യ ശരീരവും മനുഷ്യന്റെ മനസ്സും ഇങ്ങനെ ഡിഫറെന്റ് രണ്ട് പാർട്ടായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിക് സൈക്കോളജി മനുഷ്യ ശരീരം, അതേപോലെ തന്നെ റൂഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ, നമുക്ക് ബോഡി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബോഡി നിലനിൽക്കാൻ ആവശ്യമായ ജീവൻ എന്നുള്ള ഘടകം, അതേപോലെ തന്നെ നെഫ്സ് എന്ന് പറയുമ്പോൾ ഒരു മലയാള അർത്ഥം എന്നുള്ളവർക്ക് നെഫ്സിന് നമ്മൾ അർത്ഥം വെക്കാൻ പറ്റുന്നത് ആത്മാവ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൽബ്, അതിന് പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥം ആത്മീയ ഹൃദയം എന്നുള്ളതാണ്. അടുത്തതായി പറയുന്നത് ബുദ്ധി, അക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അഞ്ചോളം പാർട്ടായിട്ട് മനുഷ്യനെ ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മനുഷ്യനെ ഡിഫറെന്റ് ആയിട്ട് 5 പാർട്ടായിട്ട് തരം തിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഞാൻ വീണ്ടും പറയുകയാണ്, മനുഷ്യ ശരീരം, മനുഷ്യന്റെ ബോഡി. രണ്ടാമതായി പറയുന്നത് റൂഹ്, ജീവൻ. മൂന്നാമതായി പറയുന്നത് നഫ്സ്, ആത്മാവ്. നാലാമതായി പറയുന്നത് കൽബ്, ആത്മീയ ഹൃദയം. അഞ്ചാമതായി പറയുന്നത് അക്കൽ, നമ്മുടെ ബുദ്ധി, കാര്യങ്ങൾ തിരിച്ചറിയാനും ചെയ്യാനുമുള്ള നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാനും നോളജ് പഠിക്കാനും പറയാനുമുള്ള ഒരു ബുദ്ധി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ക്ലിയർ ഇല്ലായ്മ അല്ലെങ്കിൽ വ്യക്തത കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞു തരും. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. ഹലോ, ആത്മാവെന്ന് പറയുന്നതും പറയൂ. ജീവൻ എന്ന് പറയുന്നതും രണ്ടും ഒന്നല്ലേ? അത് ഞാൻ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു തരാം. വെയിറ്റ്. ഓക്കെ, അപ്പോ ഇസ്ലാമിക് സൈക്കോളജി പറയുന്ന അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനുഷ്യന് രോഗം വന്നാൽ ശരീരത്തെയും മനസ്സിനെയും മാത്രമല്ല ചികിത്സിക്കേണ്ടത്, അതിൻ്റെ കൂടെ തന്നെ ആത്മാവിനെയും അല്ലെങ്കിൽ ആത്മീയ അവസ്ഥയെയും ചികിത്സിക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ, നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ ഉന്നമനത്തിലെത്തുമ്പോൾ, സ്പിരിച്വലായിട്ട് നമ്മൾ ഉയരുമ്പോൾ
മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി, പൂർണ്ണമായിട്ടുള്ള ശാന്തത, സന്തോഷം, സമാധാനം മനുഷ്യ ഹൃദയങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ലഭിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജി പറഞ്ഞു വെക്കുന്നത്. ഇതുവരെ പറഞ്ഞത് വ്യക്തമല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? വ്യക്തമല്ലേ? ഹലോ, ഓക്കെ, സർ. നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇനി നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്താണ് റൂഹ്, എന്താണ് നഫ്സ്, എന്താണ് ഖൽബ്, എന്താണ് അഖൽ എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഇത് നഫ്സ് എന്നുള്ളതാണ്. നഫ്സ് എന്നത് അതിന്റെ അറബി അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ അതിന് നൽകുന്ന ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങള്, മനുഷ്യന്റെ വികാരങ്ങള്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗത്തെയാണ്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിനെയാണ് ഇസ്ലാമിക് പണ്ഡിതന്മാർ, ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ ഇവിടെ നെഫ്സ്, ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിന് സോൾ എന്നൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു മീനിങ് എന്നുള്ള നിലക്ക് പറയാൻ പറ്റും. അതിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. നെഫ്സ് എന്നതുകൊണ്ട് ഇസ്ലാമിക് സൈക്കോളജിയിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്: നമ്മുടെ ആഗ്രഹങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവങ്ങൾ, വികാരങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന, ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു പാർട്ടാണ് നെഫ്സ്, ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കണം, നിങ്ങൾ ആത്മാവിനെ ക്ലിയർ ചെയ്യണം, നിങ്ങൾ ആത്മാവ് ശുദ്ധി ആയിരിക്കണം എന്ന് എപ്പോഴും പണ്ഡിതന്മാരും പ്രഭാഷകരൊക്കെ നമ്മോട് പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം അതാണ്. അടുത്തതായിട്ട് റൂഹ് എന്നതുകൊണ്ട് ഇമാം അഫ്സാലിയെ പോലത്തെ, ഇമാം റാസിയെ പോലത്തെ പണ്ഡിതന്മാർ ഡിഫൈൻ ചെയ്യുന്നത് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി, ജീവശക്തി എന്നൊക്കെ നമ്മൾ പറയും. ജീവൻ എന്ന് പറയുന്ന ആ ഒരു സാധനത്തെയാണ് റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തത് ഖൽബ് എന്നുള്ളതാണ്. ഇതിന് പണ്ഡിതന്മാര് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ, അതിന് ആത്മീയ ഹൃദയം എന്നുള്ളതാണ്. അപ്പോൾ നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ വിചാരങ്ങളാണ്, അതൊക്കെ കുടികൊള്ളുന്ന ഒരു കേന്ദ്രമാണ്, ഒരു സെന്ററാണ്. എന്നാൽ ഖൽബ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള, ദൈവത്തിലേക്ക് അടുക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന, ദൈവമായി അടുക്കാൻ നമുക്ക് ഒരുപാട് മോട്ടിവേറ്റ് ആവുന്ന, ദൈവവുമായിട്ട് നമ്മൾ അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നന്നാക്കേണ്ട നമ്മുടെ ആ ഒരു പാർട്ടാണ്, മനസ്സിന്റെ ഒരു പാർട്ടിനെയാണ്, അതിനെയാണ് ആത്മീയ ഹൃദയം എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാൻ സാധിക്കും. അതിനെയാണ് ഖൽബ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാര് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മനസാക്ഷി, മോറൽ സെൽഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം. മനസാക്ഷി, അതേപോലെ തന്നെ നമ്മുടെ തെറ്റും ശരികളും തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ്, അതേപോലെ തന്നെ സഹാനുഭൂതി, കരുണ, ഇത്തരത്തിലുള്ള മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുടികൊള്ളുന്ന, അവകൾ നിലനിൽക്കുന്ന, അവകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകമാണ്, പാർട്ടാണ്, അതിൻ്റെയൊക്കെ ഒരു സെന്ററാണ് ഖൽബ്, ആത്മീയ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് ശുദ്ധീകരിച്ച ഒരു ചരിത്രം. മലക്കുകൾ വന്നിട്ട് ഖൽബ് എന്ന് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു ഭാഗം മുറിച്ചെടുത്ത് വൃത്തിയാക്കിയത്. അള്ളാഹുവിന്റെ റസൂല് ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ അവൻ നന്നായി, അത് ചീത്തയായാൽ അവൻ മോശമായി, അവന്റെ സ്വഭാവം മോശമായി. അതൊക്കെ ഈ ഒരു ആത്മീയ ഹൃദയത്തിൽ ഖൽബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഖൽബ് എന്നുള്ളതിന് അറബിയിൽ അതിന് നിൽക്കുന്ന പദം തന്നെ മാറിക്കളിക്കുന്നത് എന്നുള്ളതാണ്, തെറ്റിലേക്കും ശരിയിലേക്കും മാറിക്കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം നന്നാവണമെങ്കിൽ നമ്മുടെ ഹൃദയം, ഖൽബ് ശുദ്ധിയായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രെയിൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതെങ്കിൽ, ഇസ്ലാം പറയുന്നത് ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ ബ്രെയിനോട് കൂടി തന്നെ ബ്രെയിനും ഹൃദയവും തമ്മിൽ പരസ്പരം ബന്ധത്തോടു കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ സ്വഭാവങ്ങളും അതിലുപരി മനുഷ്യന്റെ ആത്മീയ വളർച്ചയും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതൊരു അവയവത്തെ കേന്ദ്രീകരിച്ചുള്ളതല്ല, വ്യത്യസ്തമായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള മാനസികമായിട്ടുള്ള മെന്റലി
ഉള്ള പവറുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു റൂഹ്, നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ ജീവൻ നൽകുന്ന ആ ഒരു എനർജി. പിന്നെ നമ്മൾ പറഞ്ഞു നഫ്സ്, ആത്മാവ്, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ, നമ്മുടെ ഇമോഷനെ, അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ, ആക്ഷൻസിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, പ്രധാനപ്പെട്ട സെന്റർ, അതിൻ്റെയൊക്കെ ഒരു സെന്റർ. പിന്നെ നമ്മൾ പറഞ്ഞു കൽബ്, ആത്മീയമായിട്ടുള്ള, മോറൽ ആയിട്ടുള്ള നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ ഒരു സെൻട്രൽ ഭാഗം, അതിൻ്റെ ഒരു സെന്റർ. കൽബ് എന്ന് പറയുമ്പോൾ ആത്മീയ ഹൃദയം, ഹാർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പറഞ്ഞത് അക്കൽ എന്നുള്ളതാണ്, ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാല് വിജ്ഞാനം, വിവരം തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ഇത് തീയാണ്, ഇത് കൈ തൊട്ടാൽ കൈ പൊള്ളും, മനസ്സിലായോ? അതേപോലത്തുള്ള അടിസ്ഥാനമായിട്ടുള്ള വിജ്ഞാനങ്ങൾ, നോളേജുകൾ, പഠിച്ച് ആർജിച്ചെടുക്കേണ്ട വിജ്ഞാനങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവിനെയാണ് അക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാൻ സാധിക്കും, അതായത് മന്ദബുദ്ധികളായ, ബുദ്ധിയിൽ ശോഷിച്ചു നിൽക്കുന്ന ആൾക്കാരൊക്കെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിലെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആത്മീയമായിട്ട് അവർ നിസ്കരിക്കുകയോ ഓതുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ വിളിക്കുന്നുണ്ടാവും, അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അവർ പരസ്പരമുള്ള മനുഷ്യന്മാരെ, അവരെ സുഹൃത്തുക്കളെ സഹായിക്കുന്നുണ്ടാവും, അവരുടെ ഉപ്പയെയും ഉമ്മയെയും മക്കളെയും കളിപ്പിക്കുന്നുണ്ടാവും, അവരുമായിട്ട് അവരെ സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് വിവരം, ബേസിക് ആയിട്ടുള്ള നോളേജുകൾ, അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന വിജ്ഞാനങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ നോളേജ് അക്വയർ ചെയ്യാൻ, അല്ലെങ്കിൽ നോളേജ് സമ്പാദിക്കാൻ, വിജ്ഞാനം സമ്പാദിക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നഫ്സ്, കൽബ്, അക്കല്, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്, സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ഇമാം ഗസാലിയെ പോലത്തെ പണ്ഡിതന്മാർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്നുള്ളത് നഫ്സും കൽബും തമ്മിലുള്ള ബന്ധം. എന്താണ് നഫ്സ്, എന്താണ് കൽബ്? നഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ്, എന്താണ് ഹൃദയം, എന്താണ് ആത്മീയ ഹൃദയം, ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അപ്പോ നഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവം, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സ്വാർത്ഥ ചിന്തകൾ എന്നിവയുടെ കേന്ദ്രമാണ്. അതായത് നമ്മുടെ ദുനിയവിയായിട്ടുള്ള, നമ്മുടെ ഭൂമിയിലുള്ള ഓരോരോ ആഗ്രഹങ്ങളും, ഓരോരോ ഇഷ്ടങ്ങളും, ഓരോരോ വികാരങ്ങളൊക്കെ സാധിച്ചെടുക്കുന്ന ആ ഒരു പവർ, ആ ഒരു ഏരിയ, അതിനെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് വീണ്ടും പറയുന്നു നഫ്സ്, ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രവർത്തനം, ഈ ഒരു ആത്മാവിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് എഴുതി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന് സെറ്റ് ചെയ്ത മൊഡ്യൂൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോ വീണ്ടും പറയാണ്, ഈ ഒരു ആത്മാവിന്റെ, സോളിന്റെ, നെഫ്സിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുകയാണ്. അതിനെ നമ്മുടെ സൈക്കോളജിയിൽ ഇമോഷൻ, ഡ്രൈവ്സ് എന്നിങ്ങനെ പേരുകളിൽ വിളിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ മോഡേൺ സൈക്കോളജി പറയുന്ന ഇമോഷൻസ്, ബിഹേവിയർ, ഇതിനൊക്കെ ഒരു സമാനമായ ഒരു ഘടകമാണ് നഫ്സ് എന്നതുകൊണ്ട് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നഫ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരു 3 പാർട്സ് ഉണ്ട്, വ്യത്യസ്ത കണ്ടീഷൻസ് ഉണ്ട്. പാർട്ടല്ല, നമ്മുടെ ആത്മാവിന്, നമ്മുടെ നഫ്സിന് 3 വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ട്, കണ്ടീഷനുകളുണ്ട്, ഇല്ലേ? നമ്മുടെ വികാരങ്ങള് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ, മനുഷ്യന്റെ സ്വഭാവങ്ങൾ 3 വ്യത്യസ്തമായ രീതികളിലാണ്.
ഈ ഒരു ഇസ്ലാമിക് സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ. ഇതൊക്കെ നമ്മുടെ മോഡേൺ സൈക്കോളജിയിൽ CBTയിലൊക്കെ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. കൗൺസിലിംഗ് സൈക്കോളജിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ഇസ്ലാമിക പണ്ഡിതന്മാര് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നഫ്സുൽ അമ്മാര, തെറ്റിലേക്ക് വലിക്കുന്ന മനോഭാവം, അല്ലെ? ചിലരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തെറ്റിൽ മുഴുകിയിരിക്കുന്നതായിരിക്കും. അതിന് കാരണം പലതുമാവാം, അല്ലെ? മോഡേൺ സൈക്കോളജിയിൽ പറയുന്ന അവരുടെ അനുഭവങ്ങളാവാം, അവരുടെ ട്രോമകളാവാം, അല്ലെ? അപ്പോ അങ്ങനെ പലതുമാവാം, അതിന് കാരണം പലതുമാവാം. അപ്പോ തെറ്റിലേക്ക് വലിക്കുന്ന മനോഭാവം, അതാണ് നഫ്സുൽ അമ്മാര എന്ന് പറയുന്നത്. അതായത് അവന്റെ ആത്മാവ് എപ്പോഴും തെറ്റിലേക്കായിരിക്കും പോകുക. രണ്ടാമതായി പറയുന്നത് നഫ്സുൽ ലവ്വാമ. തെറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അവനക്കുള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ റീതിങ്കും ചെയ്യും, കുറ്റബോധവും ഉണ്ടാകും. തെറ്റും അതിനോടുകൂടെ തന്നെ കുറ്റബോധവും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു മനോഭാവം, അല്ലെ? ചിലർക്കുണ്ടാവും. ഒരുപാട് തെറ്റ് ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ അതിനെ ഖേദിച്ച് മടങ്ങും, റീതിങ്ക് ചെയ്യും. ചെയ്തത് തെറ്റായി പോയി, ഞാൻ തിരിച്ച് ചെയ്യേണ്ടതുണ്ട്, ചെയ്തത് ശരിയായില്ല എന്ന് റീതിങ്ക് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയെ, അത്തരത്തിലുള്ള സ്വഭാവത്തെ, അത്തരത്തിലുള്ള മനോഭാവത്തെയാണ് നഫ്സുൽ ലവ്വാമ എന്നതുകൊണ്ട് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത്. മൂന്നാമതായി പറഞ്ഞാൽ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞാല് ദൈവഭക്തിയോടുകൂടിയുള്ള, ദൈവത്തിന് വേണ്ടി മാത്രം, ദൈവപ്രീതിയിൽ, ദൈവം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത്, റസൂല് പറഞ്ഞത് മാത്രം കേട്ട് അനുസരിച്ച് ശാന്തമായി നിൽക്കുന്ന ഒരു ആത്മാവ്, അല്ലെങ്കിൽ ദൈവപ്രീതിയിൽ നിൽക്കുന്ന ഒരു മനോഭാവം, തവക്കുൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റും. അത്തരത്തിലുള്ള മനോഭാവത്തെ ആണ് നഫ്സുൽ മുത്മഇന്ന എന്നതുകൊണ്ട് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവം 3 തരത്തിലാണെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാര് പറഞ്ഞു വെക്കുന്നത്, ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ, അല്ലെ? മനുഷ്യന്റെ സ്വഭാവം 3 രീതിയിലാണ്. ഒന്ന്, പൂർണ്ണമായും തെറ്റിലേക്ക് മാത്രം മുഴുകി നിൽക്കുന്ന, പൂർണ്ണമായും നെഗറ്റീവ്സ് എനർജികൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന കുറച്ച് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പല കാരണങ്ങളുണ്ടാകും, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അടുത്തതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, പക്ഷെ അവര് തിരിച്ചു വരുന്നുണ്ട്. തെറ്റും ശരിയും മിക്സ് ആയിക്കൊണ്ട് ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്, അല്ലെ? പിന്നെ വേറൊരു മനുഷ്യന്മാരുണ്ട്, അതായത് നമ്മളിപ്പോ കാണുന്ന ആത്മീയ ആചാര്യന്മാര്, വലിയ വലിയ സൂഫി പണ്ഡിതന്മാര്, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേപോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്വഭാവം, അതാണ് നഫ്സുൽ മുത്മഇന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു എന്നൊരു ചിന്ത മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം എല്ലാ കർമ്മങ്ങളും അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായും അള്ളാഹു എന്ന വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ, ദൈവത്തിന്റെ പ്രീതിയിൽ, അള്ളാഹുവിന്റെ പ്രീതിയിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള 3 മനോഭാവങ്ങളാണ് മനുഷ്യന്റെ ആത്മാവിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജി പറഞ്ഞു വിൽക്കുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാകുന്നില്ലേ? ഓക്കെ, ഞാൻ കുറെ ആൾക്കാർ എഴുതി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ഇൻഷാ അല്ലാഹ് അതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കേട്ടോ? ഓക്കെ, ഇനി നമ്മൾ നെഫ്സിനെ ചർച്ച ചെയ്തു, അല്ലെ? നമ്മുടെ സ്വഭാവത്തെയും വികാരത്തെയും അതിന്റെ 3 സ്റ്റേജുകളെയും നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ആത്മീയ ഹൃദയം, കൽബ് എന്താണ് എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ വിശ്വാസം ശരിയായാൽ, നമ്മുടെ ഹൃദയം ശരിയായാൽ, ഹദീസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾ നന്നാവും. അതന്നെ പറയുന്നത് വിശ്വാസമാണ്. ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി വിശ്വാസം നന്നാക്കുക എന്നുള്ളതാണ്. സത്യസന്ധത, കരുണ, ആത്മീയ ബോധം എന്നിവ ഉയർത്തുക, അതിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രധാന പ്രവർത്തനം, ഹൃദയത്തിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തുക, അത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വരുന്നത് തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് നിങ്ങളുടെ ദൈവവുമായി നിങ്ങളുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൽസ്വഭാവികളാകും, നിങ്ങൾ ക്ഷമാശീലരാകും, നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് അതിനെ നേരിടാൻ പറ്റും, നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്,
തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തത, സമാധാനം ഇവ പ്രദാനം ചെയ്യുന്നത് അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടാണ്. അപ്പോ നമ്മുടെ സ്വഭാവം ശരിയാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സൽസ്വഭാവികളാവണമെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാവണം. നമ്മുടെ ആത്മീയമായിട്ട് ഹൃദയം നന്നാവണം പറഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് നല്ല കണക്ഷൻ ഉള്ളവരാവണം. നമ്മൾ ആത്മീയമായിട്ട് അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും അടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിലേക്ക് പോകില്ല. മനസ്സിലായോ? ഇപ്പോ ഭൂരിഭാഗം ആൾക്കാരും തെറ്റും ശരിയും ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും. തെറ്റിലെ മാത്രം ഒഴുകി ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? പൂർണ്ണമായി നമ്മൾ ദൈവത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ, പൂർണ്ണമായി അള്ളാഹുവിന്റെ പ്രീതിയിലാകുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അല്ലെ? അലാ ബിദ്കിറില്ലാഹി, ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക, റിമൈൻ ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. അല്ലെ? ഖുർആനില് നമ്മുടെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ നഖം വെട്ടുന്നതിന് പോലും കൂലിയുണ്ട്. അതുപോലും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനെ പോലും അള്ളാഹു പ്രീതിപ്പെടുന്നുണ്ട്. അതിന് പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അതാണ് ഇസ്ലാം. അപ്പോൾ നമ്മൾ കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതും, നമ്മൾ ജോലി ചെയ്യുന്നതും, നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നതും, നമ്മൾ വസ്ത്രം ധരിക്കുന്നതും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടി ആയിരിക്കണം? അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. മനസ്സിലായോ? ഈ ഒരു സ്പിരിച്വൽ സൈക്കോളജി അല്ലെങ്കിൽ സ്പിരിച്വൽ സൈക്കോളജി എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് വിതർക്കങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ആത്മീയമായിട്ട് നമ്മൾ വളർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം നന്നാവും. നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും സന്തോഷം ലഭിക്കും. അപ്പോൾ ഇതിനെ നമ്മുടെ മോഡേൺ സൈക്കോളജിയുമായിട്ട് നമ്മുടെ കൽബിനെ ബന്ധിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോറൽ സെൽഫ് എന്നൊക്കെ പറയും. ഹൈ മോറൽ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി എന്നൊക്കെ ഈ ഒരു ആത്മീയ ഹൃദയത്തെ നമുക്ക് ആധുനിക സൈക്കോളജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റും. ആധുനിക സൈക്കോളജി പറയുന്ന ഹയർ മോറൽ സെൽഫ് എന്നുള്ളതാണ് ഇസ്ലാമിക് സൈക്കോളജി വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി പറയുന്ന ഖൽബ് എന്നുള്ളത്, ആത്മീയ ഹൃദയം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൽബ് ശുദ്ധമായാൽ, അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, കൽബ് ആത്മീയമായിട്ട് ഉയർന്നാൽ, നമ്മുടെ ഹൃദയം ആത്മീയമായിട്ട് ഉയർന്നാൽ മനുഷ്യന്റെ ചിന്തകളും പ്രവൃത്തികളും ശരിയായ വഴിക്കാവും. ഓക്കെ, അത് മലിനമായാല് ഫുള്ള് പോയി. നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവവും നമ്മുടെ ആത്മീയമായിട്ടുള്ള ആരാധനകളൊക്കെ തെറ്റിപ്പോകും. ഓക്കെ, ഇനി നമ്മൾ അതിനെ ഒന്ന് ലളിതമായിട്ട് അതിന്റെ കൽബിന്റെയും നെഫ്സിന്റെയും ഡിഫറൻസ് പറഞ്ഞ് നിർത്താം. നമ്മളെ പലപ്പോഴും തെറ്റിലേക്ക് വലിക്കുന്ന, ചിലപ്പോൾ ശരിയിലേക്കും വലിക്കുന്ന ഒരു സ്വഭാവം ആണ് നെഫ്സ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ സ്വഭാവത്തെയാണ് നെഫ്സ് എന്ന് പറയുന്നത്. കൽബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ സ്റ്റിയറിംഗ് ആണ്, നമ്മുടെ ആത്മീയ സ്റ്റിയറിംഗ് ആണ്. ആ സ്റ്റിയറിംഗ് കൃത്യമായിട്ടുള്ള റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ ബാക്കിയൊക്കെ ശരിയാകും. അപ്പോൾ എങ്ങനെ നമ്മുടെ ഹൃദയത്തെ, എങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് ഉയരാം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനു വേണ്ടിയുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹിയാ ഉഹിലുമുദ്ദീനിലെ ഇമാം ഗസാലി റളിയല്ലാഹുവും അതേപോലെ തന്നെ ഇമാം റാസി റളിയല്ലാഹു ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന്, നമ്മുടെ സ്വഭാവം നന്നാക്കുക, അതിനാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ചികിത്സാ മാർഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. അത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മനസ്സിന്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. എന്താണതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് നമ്മുടെ നെഫ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു, എന്താണ് കൽബ് എന്നുള്ളതെന്ന് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നമ്മളെ മോഡേൺ സൈക്കോളജിയിൽ ഈ നെഫ്സും കൽബുമാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ മൈൻഡ് എന്നതിനെ നമ്മൾ നെഫ്സും കൽബും, ആത്മാവും
ആത്മീയ ഹൃദയവുമായിട്ട് ഡിഫറൻറ്റ് ചെയ്ത് സംസാരിച്ചു. അതിൻ്റെ ഡ്യൂട്ടീസ് നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ക്വാളിറ്റീസ് നമ്മൾക്ക് ചർച്ച ചെയ്തു, അതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാനസിക ആരോഗ്യം എങ്ങനെ നിലനിർത്താൻ പറ്റും, അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. രോഗാവസ്ഥയും, അതായത് മാനസിക ആരോഗ്യം, മാനസിക രോഗം, മാനസികമായിട്ടുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി, അതേപോലത്തെ ഒരുപാട് അതിനെയൊക്കെ ടെൻഷൻസിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ മാനസികമായിട്ടുള്ള വ്യത്യസ്ത ട്രോമകളാണ് അനുഭവിക്കുന്നത്, അതേപോലെ തന്നെ ശാരീരിക അസുഖങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇസ്ലാം എപ്പോഴും മനുഷ്യ മനസ്സിനെയും മനുഷ്യ ശരീരത്തെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിത ഡേ ഷെഡ്യൂൾ ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞു തരാം, കുറച്ച് പറഞ്ഞുതരാം, സമയത്തിനനുസരിച്ച് പറഞ്ഞു തരാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ ശുദ്ധിയാക്കാം, അതിനു വേണ്ടിയിട്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വളരെ പ്രധാനമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ചികിത്സാ മാർഗങ്ങളുണ്ട്. അതിലൊന്നാമത്തത് എന്താണ്? ഇസ്ലാമിക ആരാധനാ രീതികൾ തന്നെയാണ്. തീർച്ചയായും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തതയും സമാധാനവും കിട്ടും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആരാധനയാണ്, അള്ളാഹുവിനെ ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ആരാധനയാണ്, അല്ലെ? അതിൽ പ്രധാനപ്പെട്ടതും നിർബന്ധമായതും മുസ്ലിമിന് നിർബന്ധമായതുമായ ഒന്നാണ് നിസ്കാരം, അല്ലെ? 5 വക്ത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് അത്രയും നിർബന്ധമാണ്. ആ 5 വക്ത് നിസ്കാരം നിലനിർത്തുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരുപാട് ആൾക്കാർ, ഒരുപാട് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, മനസ്സിന് സമാധാനം സ്വസ്ഥതയൊന്നും കിട്ടാറില്ല, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർക്ക് ഞാൻ പല ആൾക്കാർക്കും, പല സുഹൃത്തുക്കൾക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ നിസ്കാരം നിലനിർത്തുക, നിസ്കാരത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരെന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്നോട് അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പങ്കുവെച്ചിട്ടുണ്ട്. നിസ്കാരം നിലനിർത്തിയതിന് ശേഷം ഒരുപാട് സമാധാനം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോലും ആഗ്രഹിക്കാതെ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ സഹായം വരുന്നുണ്ടെന്ന് അവരവരുടെ അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടി. ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടി. ആവശ്യങ്ങൾ സമയത്ത് നടന്നു കിട്ടുന്നുണ്ട്. മനുഷ്യന്റെ ആ പ്രധാന പ്രശ്നം അതാണ്, ഒന്നും ശരിയാവുന്നില്ല, ഒന്നും കറക്റ്റ് സമയത്ത് നടക്കുന്നില്ല. അതിനെ അള്ളാഹുവും ഖുർആനും ഒക്കെ മുന്നോട്ട് വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷനാണ് നിസ്കാരം. 5 വക്ത് നിസ്കാരം നിലനിർത്തുക. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അത്ര ഹൈ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ, ഹൈ പൊസിഷനിലോ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൈ ആയിട്ട് സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ അൽഹംദുലില്ലാ, നിസ്കാരം നിലനിർത്താൻ തുടങ്ങിയത് മുതൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ കറക്റ്റ് നടന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ മനസ്സമാധാനത്തിന്, നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരം ഫർളാക്കിയത്. അള്ളാഹു ഹദീസുകളിലും ഖുർആനിലും പറയുന്നുണ്ട്, നിങ്ങളുടെ നിസ്കാരം നിലനിർത്തിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടി. അള്ളാഹുവിന്റെ സംരക്ഷണം അല്ലേ നമുക്ക് വേണ്ടത്? ദുനിയാവിലെ നമ്മളെ ഏറ്റവും നല്ല സുഹൃത്ത്, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരായിരിക്കണം? അള്ളാഹു ആയിരിക്കണം. അള്ളാഹു പറയുന്നുണ്ട്, നീ ഒരു സുഹൃത്തിനെ അന്വേഷിക്കുന്നുവെങ്കിൽ, പണ്ഡിതന്മാർ പറയുകയാണ്, നീ ഒരു സുഹൃത്തിനെ അന്വേഷിക്കുന്നുവെങ്കിൽ എന്തിനാ നീ വേറെ ആളാക്കുന്നത്? നീ അള്ളാഹുവിനെ സുഹൃത്താക്ക്. എൻ്റെ ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ, അയാള് ഒരു ദിവസം ഉസ്താദും ആ സാധാരണക്കാരൻ കൂടി ഒരു പള്ളിയിൽ കിടന്നുറങ്ങിയാണ്, എന്തോ യാത്ര കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാണ്. അപ്പോൾ ഉസ്താദ് ഫോണിൽ അലാറം വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു സാധാരണക്കാരൻ, ഈ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയാണ്, അള്ളാഹ്, നാളെ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീനേക്കണം. സുബഹി ബാങ്ക് 4:50 എന്നൊരു 4:30 ഒരു 4 മണിയാകുമ്പോൾ എന്നെ നീ ഉണർത്തണം, നിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു സുഹൃത്തിനോട് പറയുന്നത് പോലെ പറയാണ്, നീ എന്നെ ഉണർത്തണം എന്ന്. നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടന്നുറങ്ങി. കൃത്യസമയത്ത് അദ്ദേഹം ഉണർന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ സുഹൃത്താക്കി. അതാണ് വേണ്ടത്. നിങ്ങൾക്കൊരു സുഹൃത്തിന് ആവശ്യമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സുഹൃത്താക്കൂ. കറക്റ്റ് സമയത്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടും, കൃത്യമായിട്ടുള്ള സഹായങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം, ഓർമ്മ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. അത് മനസ്സിൽ, നമ്മുടെ ശരീരങ്ങളൊന്നും അനക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയം മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കണ്ണോട് നിസ്കരിക്കണം. ഇനി കണ്ണും വർക്ക് ചെയ്യുന്നില്ല, വെറും ഹൃദയം മാത്രമാണെങ്കിൽ
മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. അപ്പോ ഓക്കെ, നമ്മൾ ഇനി അടുത്ത മെത്തേഡിലേക്ക് കിടക്കുകയാണ്. അടുത്ത ചികിത്സാ മാർഗം ദിക്ർ. ദിക്ർ പല രൂപത്തിലുണ്ട്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഭയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വിഷമങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടെൻഷനുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലത്തെ, അസ്തഗ്ഫിറുല്ലാഹ് പോലത്തെ ദിക്റുകൾ പതിവാക്കുക, സലാത്തുകൾ പതിവാക്കുക. അള്ളാഹുവിന്റെ റസൂൽ ദിവസം 100 പ്രാവശ്യം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിരുന്നു, എനിക്ക് പുറത്തു തരണേ എന്ന്. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം? പാപമോചനം തേടേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ദിക്റുകൾ നിങ്ങൾ പതിവാക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മുടെ പ്രധാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യ വയറ്റിൽ കുടുങ്ങിയ സമയത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യം വീങ്ങി, അങ്ങനെ കടലിൽ ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, ഞാനൊരു ദുഃഖത്തിലാണ്, ഞാനൊരു അപകടത്തിലാണ്, എന്നെ നീ രക്ഷിക്കണേ എന്ന്. അള്ളാഹു രക്ഷിച്ചു. അതാണ് ആ ഒരു മത്സ്യം കരയിൽ വന്ന് കാഷ്ടിച്ചപ്പോൾ ആ കാഷ്ടത്തോട് കൂടെ ഈ പ്രവാചകനും പുറത്തെത്തിയിട്ടുണ്ട്. ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ ചരിത്രമാണ്. അപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ വേണ്ടി ദിക്ർ ചെല്ലൂ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചെല്ലൂ. നിങ്ങളുടെ ഭയം മാറിക്കിട്ടും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. അതാണ് ഇസ്ലാമിക് സൈക്കോളജി പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ കുറച്ച് തെറാപ്പി മെത്തേഡുകളും ഇതിൽ പണ്ഡിതന്മാര് നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായി പറയുന്നത് ഖുർആൻ പാരായണമാണ്. അള്ളാഹു പറയുന്നുണ്ട്, പണ്ഡിതന്മാര് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ. മുരിക്കാത്തിൽ കുലൂബ് പോലത്തെ ആ സ്പിരിച്വൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന കിതാബുകളിൽ, പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതി വെച്ച ഒരു കാര്യമാണ്, നിന്റെ സമയം, ടൈം പാസ് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സമയം ചെലവഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, സമയം നീങ്ങുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഖുർആൻ പാരായണം ചെയ്യൂ. ഖുർആൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഖുർആൻ ഓതുന്നത് കേട്ടാൽ തന്നെ, ആ ഒരു കൃത്യമായ ശൈലിയിൽ ഖുർആൻ ഓതുന്നത് കേട്ടാൽ തന്നെ എന്തോ ഒരു മനസ്സമാധാനം, ഒരു 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 പ്രത്യേക എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. അത് ഖുർആൻ ഓതുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടും. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് സമയം കടന്നു പോകുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീല് കാണാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ പാട്ട് കേൾക്കാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസ് കാണാനല്ല പറഞ്ഞത്. നീ ഖുർആൻ ഓത്, അല്ലെങ്കിൽ നീ ഖുർആൻ ഓതുന്നത് കേക്ക്. ഖുർആൻ ഓതുന്നതും ഖുർആൻ വായിക്കുന്നതും, ഖുർആൻ ഓതുക എന്ന് പറയാം, ഖുർആൻ പാരായണം ചെയ്യുന്നതും ഖുർആൻ കേൾക്കുന്നതും അതേപോലെ തന്നെ ഖുർആനിലേക്ക് നോക്കുന്നതും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്നതാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ മോഡേൺ സൈക്കോളജിയും അതേപോലെ തന്നെ പ്രാണിക് ഹീലിംഗ് പോലത്തെ മോഡേൺ ഹീലിംഗ് മെത്തേഡുകളൊക്കെ പറയുന്ന കാര്യമാണ് ഈ ഒരു ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരത്തിന് നമ്മുടെ എനർജി നിലനിർത്താൻ വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള ഖുർആൻ പാരായണങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഉണ്ടല്ലോ, നമ്മുടെ എനർജി ബൂസ്റ്റിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്രേ. മനസ്സിലായോ? അപ്പോ ഈ നമ്മുടെ കൈ, മുഖം പോലത്തെ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ നമ്മൾ ശുദ്ധിയാക്കുകയാണ് അല്ലെ? എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഉണർവ് കിട്ടും, നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ മോഡേൺ സൈക്കോളജിയും മോഡേൺ ഹീലിംഗ് മെത്തേഡുകളും മോഡേൺ തെറാപ്പികളൊക്കെ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ഖുർആനും ഹദീസും നമ്മളോട് വിഭാവനം ചെയ്തിട്ടുള്ളത്, നമ്മളോട് ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിസ്കരിക്കുക, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. നമുക്ക് സ്വസ്ഥത, ശാന്തി എന്നുള്ള ആ ഒരു നമ്മുടെ സ്വഭാവം തന്നെ നന്നാവും എന്നാണ് പറയുന്നത്. അത് അടുത്തതായി പറയുന്നത് പ്രവാചക സുന്നത്തുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് പ്രവാചകൻ നിർദ്ദേശിച്ച പോലെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ബോഡി ഹെൽത്ത് ഓക്കെ ആവും. ബോഡി ഹെൽത്ത് ഓക്കെ ആയാലും പകുതി മനസ്സമാധാനമായി അല്ലെ? ഇപ്പൊ പലരും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിക്ക് എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നമ്മൾ മെന്റലി ഡൗൺ ആവും. പിന്നെ നമുക്ക് ഒന്നും ഒരു പ്രശ്നമല്ല, നമ്മുടെ ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല, വിശപ്പ് ഒരു പ്രശ്നമല്ല, ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമല്ല. അതിനെക്കാളും വലിയ പ്രശ്നമാണ് അതിനെക്കാട്ടും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ആ രോഗം
നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ആരോഗ്യാവസ്ഥ നിലനിർത്താൻ പ്രവാചക നിർദ്ദേശ പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയായ ഭക്ഷണം. വയറിന്റെ 1/3 ഭക്ഷിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചതും വയറിന്റെ 1/3 മാത്രമാണ്. വയറിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 1/3 എന്ന് പറയുന്നത് 3 ചപ്പാത്തി, മാക്സിമം 3.5 ചപ്പാത്തി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 3.5 ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചോറ് പോലത്തെ ഭക്ഷണങ്ങളാണെങ്കിൽ 7 മുതൽ 8 ഉരുള വരെ. നമ്മളൊക്കെ എത്ര കഴിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മുടെ രോഗത്തിന്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നല്ല ഉറക്കം പ്രധാനമാണ്. എല്ലാ സൈക്കോളജിസ്റ്റുകളും എല്ലാ സൈക്കാട്രിസ്റ്റുകളും പറയുന്ന കാര്യം തന്നെയാണ്. ഉറക്കത്തിന് ഇപ്പൊ സ്ലീപ്പിംഗ് ഗുളികകൾ തന്നെ, മെഡിസിൻസ് തന്നെ ഇഷ്ടം പോലെ ലഭ്യമാണ്. ഉറക്കാൻ വേണ്ടി തെറാപ്പികൾ, ഹിപ്നോതെറാപ്പികളൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക്, ബ്രെയിനിനും നമ്മുടെ ശരീരത്തിനും പ്രോപ്പറായുള്ള റെസ്റ്റിന് വേണ്ടിയുള്ള ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് തെറാപ്പികൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഉറക്കത്തിന് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട് മോഡേൺ സൈക്കോളജി. അതിനെക്കാട്ടിൽ 6100 തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉറക്കത്തെ ശരിയാക്കണം, എന്നാൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ശരിയാവും, നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനം കിട്ടും. അപ്പോൾ ഉറക്കം, ശരിയായ ഭക്ഷണം, അതേപോലെ തന്നെ മിതമായിട്ടുള്ള ജീവിതശൈലി, എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം, ഒരു ലൈഫ് സ്ട്രക്ചർ വേണം, ഒരു ഡേ ഷെഡ്യൂൾ വേണം. അതായത് നമ്മുടെ ഹാബിറ്റ്സുകൾ നിയന്ത്രിക്കണം. ഒരുമാതിരി ഡിസോർഡർ ആയിരിക്കരുത്. സൈക്കോളജിസ്റ്റുകളും നമ്മുടെ മോഡേൺ സൈക്കോളജിയും പറയുന്നത് തന്നെയാണ് ഇത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ വേണം, കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുകൾ വേണം, കൃത്യമായിട്ടുള്ള ടൈം ടേബിളുകൾ വേണം, കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വേണം. അത് തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്, പ്രവാചകൻ നിർദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്ത് വേണം? നല്ല ബന്ധങ്ങൾ വേണം, അല്ലെ? സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും, നമ്മുടെ പാർട്ട്ണർമാർ തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും, നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും, റിലേഷൻഷിപ്പുകൾ വളരെ ഹെൽത്തി ആയിരിക്കണം, അല്ലെ? നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സുഹൃത്തുക്കളെ, ഫ്രണ്ട്സിനെ, ഫാമിലിയെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പാർട്ട്ണർ നമ്മളെ ലൈഫിൽ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ പിന്നെ എന്തും നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും, അല്ലെ? മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സഹചാരി ഉണ്ടായതുകൊണ്ട് നബിക്ക് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ഫേസ് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ നബി ഉണ്ടായതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന് ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പ്രവാചകൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതും മോഡേൺ സൈക്കോളജി മുന്നോട്ട് വെക്കുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി, കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ, കൃത്യമായിട്ടുള്ള ഡേ ലൈഫ് സ്റ്റൈലുകൾ, കൃത്യമായിട്ടുള്ള ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ പ്രധാനമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്. ഇന്ന് നമ്മളെ സൈക്കോളജി പറയുന്ന ലൈഫ് സ്റ്റൈൽ ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് സ്റ്റൈൽ പരിശോധിച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. നബിയുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വീക്ഷിക്കുകയും അത് അതേമാതിരി ഫോളോ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എനർജി ബൂസ്റ്റിങ്ങിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം, നമസ്കാരം നിസ്കരിച്ച ശേഷം നമ്മുടെ ഫാമിലിയുമായിട്ട് കുറച്ചു നേരം സമയം ഇടപെടുക നിർബന്ധമാണ്. ഒരു ദിവസം ഒരു 10-20 മിനിറ്റെങ്കിലും നിങ്ങളുടെ മക്കളുമായും, നിങ്ങളുടെ രക്ഷിതാക്കളുമായും, നിങ്ങളുടെ പേരൻസുമായും, നിങ്ങളുടെ പാർട്ട്ണറുമായും, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആരുമായിട്ടും നിങ്ങൾ സമയം ചെലവഴിക്കണം. എന്നിട്ട് ഉറങ്ങാൻ പോകാവൂ. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് പ്രഭാതത്തിൽ ഉണരുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണരണം, അല്ലെ? നിർബന്ധമാണ്. എല്ലാവരും പറയുന്ന കാര്യമാണ്, നിങ്ങൾ രാവിലെ ഉണരൂ, സൂര്യനോട് കൂടെ തന്നെ നിങ്ങളും ഉണരൂ, അല്ലെ? അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഉച്ചക്ക്, അതായത് കൃത്യമായി അതിന്റെ സമയം പറയുന്നുണ്ട്. 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് കുറച്ചു നേരം ഉറങ്ങുക. കൈലൂലത്തിന്റെ ഉറക്കം എന്നാണ് അതിന് ഇസ്ലാമിക് പണ്ഡിതന്മാർ പറയുന്നത്.
ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. കാരണം രാവിലെ 6 മണി മുതൽ 11 മണി വരെ നമ്മളെ കണ്ടിന്യൂസ് നമ്മളെ ബ്രെയിൻ ആൻഡ് നമ്മുടെ ശരീര അവയവങ്ങൾ വർക്ക് ചെയ്യണം. അപ്പൊ അതിനൊരു വിശ്രമം അത്യാവശ്യമാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വിശ്രമിക്കുക. ഈ മോഡേൺ ഹീലിംഗ് മെത്തേഡുകളിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി ബൂസ്റ്റിംഗ് ഈ ഒരു മണിക്കൂർ ഉറങ്ങുന്ന സമയമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറിന്റെ ഇടയിൽ ഒരു 10-20 മിനിറ്റ് ഉറങ്ങുമ്പോൾ നമുക്ക് ബൂസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എനർജി നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വിനോദത്തിൽ ഏർപ്പെടുക. നടക്കുകയോ കാറ്റ് കൊള്ളുകയോ കളിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. മനസ്സിലായോ? വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്നത്. സിമ്പിൾ അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്, അത് ശ്രദ്ധിച്ചാൽ തന്നെ പകുതി നമ്മളെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവും. ഓക്കെ, ഇനി നമ്മൾ ആധുനിക ചികിത്സാ രീതികള് ഇസ്ലാമിക ചികിത്സാ രീതികളുമായി ബന്ധപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ നമ്മളെ പ്രധാനമായിട്ട് CBT ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മളെ ചിന്തകളെ മാറ്റാനാണ്. അപ്പൊ അതിനു വേണ്ടി ഇസ്ലാം സൈക്കോളജി പറയുന്നത് CBTയിലേക്ക് ഖുർആനിക ആയത്തുകൾ കൊണ്ടുവരിക, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രങ്ങൾ കൊണ്ടുവരിക. മോഡലിംഗ് ഒക്കെ പ്രധാനമായിട്ട് റസൂലിന്റെ ചരിത്രം വെച്ചിട്ട് നമ്മൾ മോഡലിംഗ് ചെയ്താൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കഥകള് അനുഭവങ്ങൾ വെച്ച് നമ്മൾ മോഡലിംഗ് ചെയ്താൽ ആർക്കായാലും മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സൈക്കോളജി, മോഡേൺ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൈക്കോളജി അത് തന്നെയാണ്. മോഡേൺ സൈക്കോളജിയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൈക്കോളജികളും പരസ്പരം ബന്ധിതമാണ്. ഏകദേശം അല്ലെങ്കിൽ പൂർണ്ണമായും പരസ്പരം മിക്സ്ഡ് ആണ്. ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ കുറച്ച് വാക്കുകളിൽ അല്ലെങ്കിൽ കുറച്ച് പദങ്ങളിൽ അതേപോലെ കുറച്ച് ഡെഫിനിഷനുകളിൽ ഡീപ്പായിട്ട് പോകുന്നു എന്നു മാത്രം. ഇപ്പോ നമ്മളെ മോഡേൺ സൈക്കോളജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് പോസിറ്റീവ് സൈക്കോളജി, അല്ലെ? പോസിറ്റീവ് തെറാപ്പീസ്. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, അല്ലെ? കൃതജ്ഞത, അതായത് നന്ദി പറയുക, എല്ലാവരോടും നന്ദി പറയുക. ഇത് അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾ എനിക്ക് നന്ദി പറയൂ, ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ നന്ദി പറയുക, എല്ലാവരോടും നന്ദി പറയുക, അപ്പോ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും. ലൈൻ ശക്കർത്തും ലാ അസീദന്നക്കും. നിങ്ങൾ നന്ദി പറയൂ, നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും. അതിനെ പണ്ഡിതന്മാര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 5 ആൾക്കാരോട് നമുക്ക് നന്ദി കാണിക്കണം. ഒന്നാമതായി നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട്. അതെങ്ങനെ? നിസ്കാരിച്ചു കൊണ്ടും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടൊക്കെ. മിനിമം ദിവസം 2 പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണമെന്നാണ് അവരൊക്കെ നിർദ്ദേശിക്കുന്നത്. അതുപോലെ 5 വക്ത് നിസ്കാരം നിർബന്ധമായി നിർവഹിക്കണം. അടുത്തതായി പറയുന്നത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലെ? നമ്മൾ ഇത്രയും അറിവ് നേടാൻ കാരണക്കാരനായ, നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ കാരണക്കാരനായ, നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ കാരണക്കാരനായ, നമുക്ക് ഇത്രയും ഇൽമ കിട്ടാൻ കാരണക്കാരായ, അള്ളാഹുവിനെ നമ്മൾ അറിയാൻ കാരണക്കാരനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നന്ദി പറയണം. എങ്ങനെയാണ്? ദിവസം ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലുക. അതേപോലെ തന്നെ പ്രവാചക സുന്നത്തുകളിലെ 2-3 സുന്നത്തുകൾ നിർവഹിക്കുക. പ്രഭാതത്തിൽ നേരത്തെ ഉണരുന്ന പ്രവാചക സുന്നത്താണ്. വെള്ള വസ്ത്രം ധരിക്കുന്ന പ്രവാചക സുന്നത്താണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പ്, നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ബിസ്മി ചെല്ലുന്നത് പ്രവാചക സുന്നത്താണ്. അതേപോലെ തന്നെ ഭക്ഷണം 3-1 കഴിക്കുന്നത്, എല്ലാം ഒരുപാട് കാര്യങ്ങൾ. ഭാര്യയ്ക്ക് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് പ്രവാചകന്റെ സുന്നത്താണ്. കുടുംബത്തെ സംരക്ഷിക്കുന്ന പ്രവാചകന്റെ സുന്നത്താണ്. വിവാഹം കഴിക്കുന്ന പ്രവാചകൻ സുന്നത്താണ്. വെള്ളം വലത് കൈകൊണ്ട് 3 പ്രാവശ്യമായി കുടിക്കുന്നത് പ്രവാചക സുന്നത്താണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും 2-3 സുന്നത്തുകൾ കൃത്യമായി 3 സുന്നത്തുകൾ കൃത്യമായി കൊണ്ടുവരാൻ ഇവര് നിർദ്ദേശിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ രക്ഷിതാക്കളോട് നിർബന്ധമാണ്. നമ്മുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നത് നിർബന്ധമാണ്. അത് അവരെ സ്നേഹിക്കണം, സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. അവരെ ഹഗ് ചെയ്യാം. ഇപ്പോ ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇന്റർവ്യൂ കേട്ട കാര്യമാണ്. നമ്മുടെ സംസ്കാരം മാതാപിതാക്കളെ ഹഗ് ചെയ്യാനും മാതാപിതാക്കളെ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതിനും വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്, സ്നേഹം ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരെയും ആലിംഗനം ചെയ്യുമായിരുന്നു, എല്ലാവരെയും ചുംബിക്കുമായിരുന്നു. കുഞ്ഞുമക്കളെ കവിളത്തും മുതിർന്നവരെ നെറ്റിയിലും ചുംബിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളും ചെയ്യണം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെ ഹഗ് ചെയ്യുക.
അവരെ വിഷമങ്ങളിൽ അവരെ സഹായിക്കുക, ആരോഗ്യാവസ്ഥയിൽ അനാരോഗ്യാവസ്ഥയിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി നാലാമതായിട്ട് നമ്മൾ നന്ദി കാണിക്കേണ്ടത് നമ്മുടെ മറ്റു കുടുംബക്കാരോടാണ്. അത് നിർബന്ധമാണ്, വളരെ അത്യാവശ്യമാണ്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ നന്ദി കാണിക്കണം. അഞ്ചാമതായിട്ട് സമൂഹം. മനുഷ്യനൊരു സോഷ്യൽ അനിമലാണ് അല്ലെ? അപ്പോൾ നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഒരാൾ വഴിയിൽ തളർന്നു കിടക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുകയും അവനക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യണം. അതിനിയൊരു നായയാണെങ്കിൽ പോലും, നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനാണെങ്കിലും ഇനി മനുഷ്യനല്ലാത്ത ജീവികളാണെങ്കിലും എല്ലാത്തിനോടും നമ്മൾ നന്ദി കാണിക്കണം, അവയൊക്കെ സഹായിക്കണം. സഹായിക്കുക എന്നുള്ളതാണ് ഒരു നന്ദി പ്രകടനത്തിന്റെ പ്രധാന ഒരു സിമ്പൽ, അല്ലെങ്കിൽ ഒരു പ്രധാന അടയാളമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നന്ദി ഉള്ളവരായി മാറുക, ഈ പ്രത്യേകിച്ച് ഒരു 5 ആൾക്കാരോട്. അതേപോലെ തന്നെ ക്ഷമ നിർബന്ധമാണ് അല്ലെ? എല്ലാവരും പറയുന്ന കാര്യമാണ്, ക്ഷമിക്ക്, റെഡിയാകും. ക്ഷമയോടുകൂടി. ധൃതി എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തെ മാറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ നല്ല ക്ഷമ അത്യാവശ്യമാണ്. അത് എന്നോ ഇസ്ലാം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. ദൈവത്തിന്റെ ആശ്രയം എപ്പോഴും നമുക്ക് വേണം. കാരണം അള്ളാഹു വിചാരിക്കണം നടന്നു കിട്ടണമെങ്കിൽ അല്ലെ? അപ്പോ ദൈവപ്രീതി, ദൈവത്തിനെ തവക്കുലാക്കുക, അള്ളാഹു എന്നെ സഹായിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം, അതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരു മരത്തണലിൽ കിടന്നിറങ്ങുന്ന സമയത്ത് ഒരു ശത്രു വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉറയിൽ നിന്നും വാള് ഊരിയിട്ട് ചോദിച്ചു, നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും? അപ്പൊ റസൂല് ഒരു പേടി കൂടാതെ പറഞ്ഞു, എന്നെ അള്ളാഹു രക്ഷിക്കും. അവിടെ മറ്റാരുമില്ല, നബിയും ആ ഒരു മനുഷ്യനും മാത്രം. നബിന്റെ കയ്യിൽ വേറെ ആയുധമൊന്നുമില്ല, അയാളുടെ കയ്യിലാണ് ആയുധമുള്ളത്. വാള് നബിന്റെ കഴുത്തിന് നേരെ നീട്ടിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് പ്രവാചകനോട് ചോദിച്ച പ്രവാചകൻ വളരെ ക്ഷമയോടുകൂടി, വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, അള്ളാഹു എന്നെ രക്ഷിക്കുമെന്ന്. അല്ലെ? നമ്മൾ തന്നെ പല സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് അള്ളാഹുവിന്റെ സഹായമാണ്. നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാനും പറയാനുള്ള കഴിവുകളില്ലല്ലോ, അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോ അള്ളാഹുവിന് അത്തരത്തിലുള്ള കോൺഫിഡൻസ്, അള്ളാഹു രക്ഷിക്കുമെന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ റസൂലും എന്റെ കൂടെ ഉണ്ടാകും, അവരെന്നെ രക്ഷിക്കും, അവരെന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. അതായിരിക്കണം നമ്മളെ കോൺഫിഡൻസ്. നബി ആ ഒരു ശത്രുവിന്റെ മുമ്പിൽ കാണിച്ചതുപോലെ ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കണം, നമ്മുടെ ആത്മാവിനെ നമ്മൾ കൃത്യമായ റൂട്ടിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ സ്വഭാവം നന്നാക്കണം. ഓക്കെ, അപ്പോ ഏകദേശം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയണല്ലോ. അപ്പോ 610 6100 എന്ന് മാറിപ്പോയതാണ്, സോറി. 610 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിക സൈക്കോളജി ഉണ്ടായിട്ടുണ്ട്. പ്രവാചകനാണ് നമുക്ക് ഇപ്പൊ ഇസ്ലാമിക് സൈക്കോളജി മുന്നിലേക്ക് എടുത്തു വെച്ച് തന്ന ആദ്യ വ്യക്തി, അല്ലെങ്കിൽ ആദ്യ പണ്ഡിതൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളൂ, ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രവാചകനാണ് ആദ്യമായിട്ട് റൂഹും കൽബും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്, റൂഹും അക്കലും റൂഹും നഫ്സും തമ്മിലുള്ള, ആത്മാവും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്, അതിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മോഡേൺ സൈക്കോളജി ചർച്ച ചെയ്യുന്ന ക്ഷമ, സഹാനുഭൂതി, ആത്മനിയന്ത്രണം, സെൽഫ് കോൺഫിഡൻസ്, ഇതിനെക്കുറിച്ചൊക്കെ, ഇതിന്റെ മൂല്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത് ആദ്യമായി ഇസ്ലാമിക് സൈക്കോളജി ഡിസ്കസ് ചെയ്തതും അത് സഹാബത്യങ്ങൾക്കും പ്രവാചക അനുയായികൾക്കും പഠിപ്പിച്ചു കൊടുത്തതും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അവിടെ നിന്നാണ് ഇസ്ലാമിക് സൈക്കോളജിയുടെ ഉത്ഭവം. 610 BC, ബിഫോർ ക്രൈസ്റ്റ്. ഇപ്പോൾ അത് BCE എന്ന് അതിനിപ്പോൾ പുതിയ ടേമിൽ പറയുന്നുണ്ട്. പിന്നീട് 8ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ, അതായത് 800കളിലേക്ക് വന്നപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ ഒരു ഇസ്ലാമിക് സൈക്കോളജിയെ മാനസിക ആരോഗ്യ ചികിത്സ നിർമ്മിക്കാൻ തുടങ്ങി. അതായത് കൃത്യമായിട്ട് മാനസികാരോഗ്യം, അതിനു വേണ്ടിയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനു വേണ്ടിയുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തുകയും അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തുള്ളതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ മെത്തേഡുകൾ രേഖാപരമായിട്ട് നടപ്പിലാക്കുകയും പ്രാക്ടിക്കലാക്കി ചെയ്തതുമായ ഒരു വ്യക്തിയാണ് ഇമാം അൽ റാസി. ഒരു പണ്ഡിതനാണ്, വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സ്കോളറാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. പിന്നെ 800കൾ കഴിഞ്ഞ് 1000കളിലേക്ക് വന്നപ്പോൾ 10ാം നൂറ്റാണ്ടില്
ഇബ്നു സീന എന്ന, അതായത് മോഡേൺ സൈക്കോളജിയുടെ ഒക്കെ, മോഡേൺ മനഃശാസ്ത്രത്തിന്റെയും മോഡേൺ വൈദ്യശാസ്ത്രത്തിന്റെ ഒക്കെ റെഫറൻസ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരുപാട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റെഫർ ചെയ്യുന്നുണ്ട്. ആ പണ്ഡിതന്റെ പേരാണ് ഇബ്നു സീന. ഇബ്നു സീനയാണ് 10-ാം നൂറ്റാണ്ടില് മോഡേൺ സൈക്കോളജിയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജിയിലേക്ക് രോഗലക്ഷണങ്ങൾ, മാനസികാരോഗ്യ ലക്ഷണങ്ങളും അവയെ മനസ്സിലാക്കുന്നതിനും അവയെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനും ആവശ്യമായ മെത്തേഡ് ആവിഷ്കരിച്ചത്. ഓക്കെ. പിന്നീട് 11-ാം നൂറ്റാണ്ടിലേക്ക് 1600-കളിലാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വന്നത്. നമ്മുടെ മോഡേൺ സൈക്കോളജി, ആധുനിക ഇസ്ലാമിക് സൈക്കോളജിയുടെ ഇപ്പോഴത്തെ ബേസ് ആയിട്ടുള്ള എല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ ഇഹ്യാ ഉലൂമുദ്ദീന്റെ രചയിതാവ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എങ്ങനെ പിശാചിനെ നിയന്ത്രിക്കണം, എങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ രോഗങ്ങളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ചിന്തകൾ വരാതിരിക്കാൻ കാരണമായിട്ടുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കണം, എങ്ങനെ ഹൃദയം ശുദ്ധിയാക്കണം, എങ്ങനെ മനസ്സ് ശുദ്ധിയാക്കണം, എങ്ങനെ സ്വഭാവം നന്നാക്കണം, എങ്ങനെ ക്ഷമ ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ തവക്കുൽ ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം എന്ന് വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്ന ഇഹ്യാ ഉലൂമുദ്ദീന്റെ രചയിതാവ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അവരാണ് 11-ാം നൂറ്റാണ്ടിൽ ഈ ഇസ്ലാമിക് സൈക്കോളജിയിലേക്ക് പ്രധാനമായി സംഭാവനകൾ നൽകിയത്. ആത്മീയ ശുദ്ധീകരണം എന്നുള്ള ആ ഒരു മെത്തേഡ് കൃത്യമായി ആവിഷ്കരിച്ചു തന്നത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒരുപാട് പരിഭാഷകൾ ഇംഗ്ലീഷും മലയാളവും അറബിയും ഒക്കെ നമുക്ക് ലഭ്യമാണ്. അത് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ആത്മാവിനെ ശുദ്ധിയാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പൊ AI കാലമാണ്. ChatGPT-യോ ജിമിനായിയോ അതല്ലെങ്കിൽ ഗ്രോക്കൊക്കെ ഉപയോഗിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ പരതിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ആത്മീയ ശുദ്ധീകരണത്തിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ മോഡേൺ സൈക്കോളജിയും ഇസ്ലാമിക് സൈക്കോളജിയുമായിട്ട് പരസ്പരം മിക്സ് ചെയ്ത് പഠിക്കാനും അതിന് പുതിയ പഠനശാഖകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലായപ്പോഴത്തേക്കും ഇസ്ലാമിക് സൈക്കോളജി ഇന്റർനാഷണൽ അസോസിയേഷൻ എന്ന പേരിൽ ഒരു അസോസിയേഷൻ ഇസ്ലാമിക് സൈക്കോളജിക്ക് ഒരു എന്താ പറയുക ആധികാരിക സംഘടന രൂപീകരിച്ചു. കൗൺസിലിംഗ് സെന്ററുകൾ, ഇസ്ലാമിക് സൈക്കോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൗൺസിലിംഗ് സെന്ററുകൾ നിർമ്മിച്ചു. അതേപോലെ തന്നെ അക്കാഡമിക് കോഴ്സുകൾ, ഇപ്പൊ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കമുണ്ട് ഇസ്ലാമിക് സൈക്കോളജി എന്ന് പറഞ്ഞ ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളിലേക്ക് വരെ ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക് സൈക്കോളജി എത്തിയിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇഹ്യാ ഉലൂമുദ്ദീന്റെ മലയാള പരിഭാഷ. ഇതിന് ഇംഗ്ലീഷ് ലഭ്യമാണ്, അറബിയൊക്കെ ലഭ്യമാണ്. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് ഇസ്ലാമിക് സൈക്കോളജി എന്ന് ഞാൻ എൻ്റെ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതും മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള ഒരു മൊഡ്യൂൾ തയ്യാറാക്കി അതാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു ഇസ്ലാമിക് സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ചോദിക്കണം. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, സംശയങ്ങളൊന്നുമില്ലേ? ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ സാറേ? നമ്മളെ സാറ് ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ? ഹലോ, ചോദിച്ചോളൂ. എനിക്ക് സാറ് പറഞ്ഞത് ചില വാക്കുകൾ അറബിയിലായിരുന്നു അല്ലെ? അതെ, അത് ഇസ്ലാമിക് സൈക്കോളജി അറബിയിലാണ്. ആ വാക്കുകൾ ശരിക്കും മനസ്സിലായാലല്ലേ ഞങ്ങളെ പോലുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. അത് എഴുതിയിട്ടാലേ ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അതെ, എന്റെ നോട്ട് എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. അതേ വേണ്ടു. അത് പറഞ്ഞത് എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഈ മൊഡ്യൂൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്ത് നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിരുന്നു. അത് ആ വാക്കുകൾ മാത്രം എനിക്ക് അത്ര പിടുത്തം കിട്ടിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അതായത് ആ വാക്കുകൾ കറക്റ്റ് നമ്മൾ അർത്ഥം നോക്കണ്ട, അതിന്റെ ഡെഫിനേഷൻ മാത്രം നോക്കിയാൽ മതി. വാക്കർത്ഥം പറയുമ്പോ നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പ്രൊനൗൺസ് ചെയ്യണ്ടേ? അതെ, അത് വേണം. അതിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും? നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, നമ്മള് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ആരെന്തെങ്കിലും പറയുന്നു?
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൻസൂർ ഫൈസി പട്ടാമ്പി ഭാഗത്തുനിന്ന്. ഓക്കെ. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നല്ലോ, ഉൾപ്പെടുത്തിയ ഹദീസും അതൊക്കെ ഉൾപ്പെടുത്തി നല്ല ക്ലാസ് ആയിരുന്നു. പറഞ്ഞാൽ നമ്മള് എല്ലാ ആളുകളുടെ കാരണം മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള അതെ. മതങ്ങളിലും ഇതുപോലെ നമ്മുടെ ഈ ദിക്റുകളെ പോലെ തന്നെ അവരോടുള്ള വൈകുന്നേരത്തും രാവിലെ ഉറങ്ങുന്ന സമയത്തൊക്കെ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ ചെല്ലുന്ന ചില ദിക്റുകൾ പോലെയൊക്കെ അതും അതെ. കൂടി ഉൾപ്പെടുത്തിയത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ടത്. മറ്റുള്ള ഞാൻ ജസ്റ്റ് ഒരു മതക്കാർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാന്നുള്ള നിലക്ക് ആയതുകൊണ്ടാണ് അതൊന്നും സ്കിപ്പ് ചെയ്തതാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. തെറ്റായിട്ട് പറഞ്ഞതല്ല, ഞാനത് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. മനസ്സിലായി. എല്ലാവരും ആയതുകൊണ്ട് അതും കൂടി ഇൻഷാല്ലാ ഉൾപ്പെടുത്താം. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇൻഷാല്ലാ. ഓക്കെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നല്ല ക്ലാസ് അപ്പോ ആയിരുന്നു സർ. ആദ്യം നെഫ്സ് മുതൽക്ക് സാർ കൊണ്ടെടുത്തല്ലോ. അപ്പൊ അത് നമ്മക്കൊരു ചെറിയ രീതിയിലൊക്കെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ വ്യാപകമായിട്ട് മനസ്സിലായി. താങ്ക് യു. ഇൻഷാല്ലാ. സാർ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ട്. ഈവൻ ഈ സൈക്കോളജി ഇൻഷാല്ലാ. കഴിഞ്ഞ ആളാണ് ഞാന്. പക്ഷെ എനിക്ക് കുറെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഒരു ആൾക്കാരുടെ ഇടയിൽ തന്നെ കുറച്ച് പേർക്ക് നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ ലൈക്ക് ഈവൻ ഇപ്പൊ MA സൈക്കോളജി കഴിഞ്ഞ ആളാണ് ഞാന്. സൈക്കോതെറാപ്പിയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതായത് നമ്മുടെ ഇതിലുള്ള ആൾക്കാർക്ക് നമ്മളത് എത്തിക്കണമെങ്കിൽ ഈ ഇസ്ലാമിക് സൈക്കോളജി കൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് കാര്യം മനസ്സിലായി. കാരണം അവർക്ക് വേറെ പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവില്ല. അതായത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു നമ്മുടെ ഒരു ഖുറാനും ഹദീസും പറയുമ്പോൾ മാത്രമേ അവർക്ക് അത് യോജിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അവരുടെ ജീവിതമായിട്ട് അവർക്കത് എങ്ങനെയാണ് അത് അലൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോ സാധാരണ ഈ പഠിക്കുന്ന സയൻസ് പ്രകാരമായിട്ടുള്ളതും ഈ സൈക്കോതെറപ്പിയും പറഞ്ഞാൽ മാത്രം അവർക്കത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അവർക്കത് ശരിക്കും അതുപോലെ മാറാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ ഇസ്ലാമിക് സൈക്കോളജി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയണം എന്ന് എനിക്കൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ജസാക്കല്ലാഹു ഖൈറൻ ഇതിങ്ങനെ ചെയ്തേന്. അൽഹംദുലില്ലാ. അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ആർക്കൊന്നും ചോദിക്കാനില്ലല്ലോ? എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? നോട്ട് ഇൻഷാല്ലാ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഞാൻ സാറിലേക്ക് ഷെയർ ചെയ്യാം. സാറ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും ഇൻഷാല്ലാ. അപ്പൊ ശരി എന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.